ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ. ക്യാരറ്റ് കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണിത്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എനർജി കിട്ടുന്ന ഒരു മിൽക്ക് ഷേക്ക് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഒരു പ്രഷർ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ വേവിച്ചെടുക്കുകയാണ്, മറ്റൊരു റെസിപ്പിക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് അത്യാവശ്യം നല്ല വലിയ ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കാം. 2 ഗ്ലാസ്സിലേക്കുള്ള അളവാണ് കേട്ടോ 2 ക്യാരറ്റ്. അപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. ഒരുപാടൊന്നും വെള്ളം ചേർക്കണ്ട. അത് അത്രയും ക്യാരറ്റിലേക്ക് ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 3/4 കപ്പ് വെള്ളം ചേർക്കുന്നുള്ളൂ. എന്നതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ ലിഡ് കൊണ്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കുക. അപ്പോഴേക്കും നമുക്ക് നല്ല പോലെ നമ്മുടെ ക്യാരറ്റ് വെന്ത് കിട്ടും. ഇനി നമ്മളിത് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. നല്ല പോലെ ചൂട് പോയതിന് ശേഷം മാത്രമാണ് നമ്മളിത് മിൽക്ക് ഷേക്കിലേക്ക് വേണ്ടി എടുക്കാൻ പാടുള്ളൂ. ഞാനിതവിടെ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന ആ ഒരു ജാറിലേക്ക് ചേർത്തിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു 6 കാഷ്യൂനട്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാം എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 3 ഈത്തപ്പഴമാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഇതും ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് കുതിർത്ത് വെച്ചാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം നമ്മുടെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഈത്തപ്പഴം ഒരുമിച്ച് ഒരിത്തിരി ബൗളിൽ ഒരിത്തിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. അതൊന്ന് പെട്ടെന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഏലക്ക പൊടിച്ചതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇല്ല എങ്കിൽ നിങ്ങളൊരു 1-2 ഏലക്ക ഫ്രഷ് ആയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടാണ്, അതായത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇനി ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മിൽക്ക് മെയ്ഡില്ലേ, അതാണ് ചേർക്കുന്നത്. ഇതിപ്പം ഹോം മെയ്ഡ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. പാൽപ്പൊടി വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിൽക്ക് മെയ്ഡാണ്. നല്ല ടേസ്റ്റ്, സെയിം ടേസ്റ്റ് കിട്ടുന്ന മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നല്ല തണുപ്പോട് കൂടിയിട്ടുള്ള പാലാണ്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ള 1/4 കപ്പ് പാല് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. കൂടെ ഞാൻ പാല് തന്നെ നമ്മുടെ ഐസ് ട്രേ ഇല്ലേ, ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ട്രേ, അതിനകത്ത് പാലൊഴിച്ച് നല്ല പോലെ കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു 4 മിൽക്കിൻ്റെ ഐസ് ക്യൂബ് കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ മിൽക്ക് മെയ്ഡ് ചേർത്തിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാകും, എങ്കിലും നമ്മളൊരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മുടെ മിൽക്ക് ഷേക്ക് നല്ല തണുപ്പിച്ച് കുടിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് മധുരം വേണം, എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല പോലെ കാഷ്യൂം ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് തന്നെ ക്യാരറ്റും എല്ലാം നന്നായിട്ട് അടിഞ്ഞു കിട്ടണം. ഇതിപ്പോൾ നമ്മൾ നല്ല പോലെ അടിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് ഒഴിക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി, സോറി. ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ബദാം ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ആ മിൽക്ക് ഷേക്ക് കുടിക്കുന്ന സമയത്ത് അതിങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ബദാമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ട് തന്നെ ചേർക്കാം. അപ്പോൾ നിങ്ങളത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തവർ കമൻറ്റ് പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.